അറബിക് ക്ലർക്കിൽ ഒരാളാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കിങ് നോക്കാനാണ് ആലോചിച്ചത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ കോമ്പസ് അക്കാഡമി എനിക്ക് ഏറ്റവും പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ കോമ്പസ് അക്കാഡമിയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യം നമുക്ക് പ്രിലിംസ് ക്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ മാത്സിന് ഇപ്പം മിസ്സ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് ക്ലാസ്സൊക്കെ എടുത്തത്. അപ്പോൾ മാത്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ മിസ്സ് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്കത് പ്രിലിംസിന് നല്ല സ്പീഡ് കൂട്ടാനും മാക്സിമം അറ്റംപ്റ്റ് കയറ്റാനും ഒക്കെ അപ്പോൾ മിസ്സിൻ്റെ മെത്തേഡൊക്കെ നല്ലോണം ഹെൽപ്ഫുള്ളായി. അപ്പോൾ അതേപോലെ സാറും റീസണിങ് ഞങ്ങൾക്ക് ക്രിട്ടിക്കൽ റീസണിങ് ഒക്കെ നല്ല മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഏറ്റവും സമയമെടുക്കുന്ന സിലോജിസും ഒക്കെ നല്ല എളുപ്പത്തിൽ സാർ പഠിപ്പിച്ചു തന്നു. അപ്പം അങ്ങനെ പ്രിലിംസിന് സാറിൻ്റെ സഹായത്തോടെ അറ്റംപ്റ്റൊക്കെ റീസണിങ്ങിനും മാത്സിനൊക്കെ കയറി. അപ്പോൾ മെയിൻസ് എക്സാം വന്നപ്പോൾ മെയിൻസ് ഇപ്പോൾ മാത്സും റീസണിങ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ അറിയില്ല. അപ്പോൾ സാറും മിസ്സും ഞങ്ങൾക്ക് മെയിൻസ് ക്ലാസ് അതിൻ്റെയും വെച്ചപ്പോൾ അന്നേരമാണ് മനസ്സിലായത് പ്രിലിംസും മാത്സും വേറെ രീതിക്കാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മാത്സിന് മിസ്സ് അതും നല്ല ഷോർട്ട് കട്ട് മെത്തേഡ് പഠിപ്പിച്ച്, അപ്പോൾ അതും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് എങ്ങനെ ചിന്തിക്കണമെന്നും ഒക്കെ മിസ് നല്ലോണം പഠിപ്പിച്ചത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ മാത്സ് മെയിൻസ് നമുക്ക് നല്ല തറവായിട്ട് മിസ് പഠിപ്പിച്ചെന്ന്. അപ്പോൾ റീസണിങ്ങിൻ്റെ ആണെങ്കിൽ പോലും സാറ് പസിൽസൊക്കെ അനോട്ടേഷനിൽ ചെയ്യിക്കാൻ പഠിപ്പിച്ച് റീസണിങ്ങിൻ്റെ പസിൽസും നല്ല സ്പീഡിൽ അവിടെ മെയിൻസിന് ചെയ്യാൻ പറ്റി. അപ്പം റീസണിങ്ങിനും മാത്സിനും മെയിൻസിനും നല്ല അറ്റംപ്റ്റ് വന്നു അവിടെയും. അപ്പോൾ അതിന് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇവിടെ എഡിറ്റോറിയൽ ക്ലാസ്സൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എഡിറ്റോറിയൽ ക്ലാസ് വെക്കുമ്പോൾ നമ്മൾ പിള്ളേർ തന്നെ പോയി പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ സ്റ്റേജ് ഫിയർ ഒന്ന് കുറഞ്ഞു കിട്ടും, പിന്നെ കോൺഫിഡൻസ് അത് നല്ലോണം കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കി പിള്ളേരെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അവിടെ. പിന്നെ അതേപോലെ ഇംഗ്ലീഷിന് ഇപ്പോൾ നമുക്ക് വായിക്കാൻ ഗ്രാമർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ലൈബ്രറി ഉണ്ട് ഇവിടെ. അപ്പോൾ ലൈബ്രറിയിൽ ബുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പാസ്സായി പോയ സീനിയേഴ്സ് അവർ വെച്ചേക്കുന്ന ബുക്സാണ്. അപ്പോൾ അവർ പിള്ളേർക്ക് സജസ്റ്റ് ചെയ്തത് അവർക്ക് പിള്ളേർക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രാമറൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ബുക്സാണ് വെച്ചേക്കുന്നത്. അപ്പോൾ റീഡിങ് ഹാബിറ്റും അപ്പോൾ ഇവിടുത്തെ ലൈബ്രറിക്കാരൻ നിങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സെറ്റായി ഇവിടെ. പിന്നെ ജി കെയുടെ കാര്യം പറയുമ്പോൾ ജി കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായി. അപ്പോൾ വീക്കിലി സാർ ഓറലിയാണ് ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഓറലി അങ്ങനെ ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം പഠിക്കുകയും ചെയ്യും, അത് മന്ത്ലിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ റിവിഷനും കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ പ്രിലിംസിൻ്റെ ഒപ്പം തന്നെ ജി കെ അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് മെയിൻസിന് ജി കെ വലിയ ബേർഡൻ ആയിട്ടില്ല. അപ്പോൾ റിവിഷൻ നടന്നു പോയതുകൊണ്ട് മെയിൻസിന് ജി കെ നമുക്ക് നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ സാറിൻ്റെ മിസ്സിൻ്റെ സഹായത്തോടെയാണ് ഞാനിപ്പോൾ അറബിക് ക്ലർക്ക് പാസ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സാറിൻ്റെ മിസ്സിന് എനിക്ക് ഒരുപാട് താങ്ക്ഫുള്ളാണ് ഞാൻ അവരോട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിന് ബാങ്കിങ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കോമ്പസ് അക്കാഡമിയാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ.